അതിദാരുണമായ ജീവിതമാണ് നമ്മുടേത്. ആണുങ്ങളോട് ചോദിച്ചാലും അവരും ഫുള്ളി ഫ്രീഡത്തിലാണോ ജീവിക്കുന്നത്? നമ്മളെന്തിനാ ആണുങ്ങളോട് ചോദിക്കുന്നത്? അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, തോന്നിയതുപോലെ. അത്രയ്ക്ക് സുഖകരമാണോ ആണുങ്ങളുടെ ജീവിതവും? പ്രിവിലേജ് ആർക്കാണ്? സൊസൈറ്റിയുടെ പ്രിവിലേജ് ആണുങ്ങൾക്കാണ് കൂടുതൽ. അതെ, മെജോറിറ്റി. അതില്ലാന്ന് സംഭവിച്ചല്ലോ സ്ത്രീക്ക്. അപ്പൊ തന്നെ അവിടെ തുല്യത ഇല്ലായ്മ വന്നില്ലേ? തുല്യത ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് അവരുടേതായ സിതാര പറയുന്നത് തുല്യതയില്ല, പ്രിവിലേജ് ഇല്ല, എന്നാലും ഈ ജീവിതം സുഖകരമാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ആനന്ദകരമാണെന്ന് നമുക്ക് തോന്നുന്നത് നല്ലതാണ്. പക്ഷെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്ക് നല്ലതല്ലേ? സ്ത്രീക്കും പുരുഷനും സെറ്റ് ഓഫ് ഇഷ്യൂസും പ്രോബ്ലംസും ഇല്ലാന്ന് ആരും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നിലവിലുള്ള വ്യവസ്ഥിതിയിൽ, കുടുംബ സങ്കല്പത്തിൽ, സ്ത്രീ പുരുഷ ബന്ധം സംബന്ധിച്ച സാമൂഹിക നിയമങ്ങളിൽ, രാഷ്ട്രീയമായ സാഹചര്യങ്ങളിൽ ഒക്കെ സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഒക്കെ വിക്ടിംസാണ്. അതിദാരുണമായ ജീവിതമാണ് നമ്മുടേത്. ഈ ദാരുണ ജീവിതത്തിന് ഒരവസാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രിവിലേജ് സംബന്ധിച്ച വിട്ടുകൊടുക്കലുകൾക്കും പരസ്പര ബഹുമാനത്തിനും സഹജീവിതത്തിനും സ്വയം മാറേണ്ടിയിരിക്കുന്നു.